കോൺഗ്രസിൽ ഇപ്പോൾ നേതൃമാറ്റത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. കാര്യമായ വിജയം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പല ജില്ലകളിലും കാര്യമായ രീതിയിൽ പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയോ അല്ലെങ്കിൽ വോട്ട് വർധനവ് ഉണ്ടാക്കുവാൻ സാധിക്കാതെ പോവുകയോ ചെയ്തിട്ടുള്ള DCC പ്രസിഡന്റുമാരെ അടക്കമുള്ള DCC ഭാരവാഹികളെ മാറ്റണമെന്ന തീരുമാനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് എടുത്തിരുന്നത്. KPCCയുടെ ഭാഗത്തു നിന്നായിരുന്നു അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നതും. അതായത് തിരുവനന്തപുരം പോലെയുള്ള പല ജില്ലകളിലും കാര്യമായ രീതിയിലുള്ള പ്രചരണ പരിപാടികളോ അല്ലെങ്കിൽ വോട്ട് വർധന ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളോ നടന്നിട്ടില്ല എന്നുള്ള ആരോപണത്തിന്റെ പുറത്താണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല ജില്ലകളിലെയും DCC പ്രസിഡന്റുമാരെയും അംഗങ്ങളെയും മാറ്റുക എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഏറ്റവും ആദ്യം DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഈ നേതാവിനെ മാറ്റണമെന്നൊരു ആവശ്യം ഉടലെടുത്തു വന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്നായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച ശശി തരൂർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന്റെ പ്രധാന കാരണം എതിർ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ പോലും കാര്യമായ രീതിയിൽ പ്രചരണം നടത്തുവാനോ പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുവാനോ ഒന്നും DCC പ്രസിഡന്റ് അടക്കമുള്ള DCC ഭാരവാഹികൾക്ക് സാധിച്ചിട്ടില്ല എന്ന കടുത്ത ആരോപണത്തിന്റെ പുറത്താണ് തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റായ പാലോട് രവിയെ മാറ്റണമെന്നൊരു ആവശ്യം ഉരുത്തിരിഞ്ഞു വന്നത്. അതിനോടൊപ്പം തന്നെ ജില്ലയിലെ 10ഓളം DCC പ്രസിഡന്റുമാരെ മാറ്റണമെന്നൊരു ആവശ്യം കൂടി KPCCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ തിരുവനന്തപുരം, ആലപ്പുഴ അടക്കമുള്ള പല ജില്ലകളിലെയും DCC പ്രസിഡന്റുമാരെ മാറ്റണം എന്നതായി പിന്നീടുള്ള തീരുമാനം. അങ്ങനെ വൃദ്ധവയോധികരായിട്ടുള്ള DCC പ്രസിഡന്റുമാരെ മാറ്റിക്കൊണ്ട് അവിടേക്ക് ചെറുപ്പക്കാരായ പുതിയ ആളുകളെ നിയമിക്കുക എന്ന പുതിയ നീക്കത്തിനാണ് KPCC തുടക്കം കുറിക്കുന്നത്. 2019 മികച്ച വിജയം കൈവരിച്ച കോൺഗ്രസിന് 2024 18 സീറ്റുകൾ നേടുവാൻ സാധിച്ചെങ്കിൽ പോലും ഭൂരിപക്ഷത്തിൽ വലിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ടും കൂടുതൽ ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കേണ്ട ആവശ്യകത ഉള്ളത് കൊണ്ടും കൂടിയാണ് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും DCCയുടെ മറ്റ് ഭാരവാഹിത്വത്തിൽ നിന്നും മുതിർന്ന കോൺഗ്രസുകാരെ മാറ്റി നിർത്തിക്കൊണ്ട് ചെറുപ്പക്കാരെ കാര്യമായി പരിഗണിക്കാമെന്ന തീരുമാനം ഇപ്പോൾ KPCC എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ആദ്യ നേതൃമാറ്റം ഉണ്ടാകുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ്. DCC ഭാരവാഹികളായ ആരെ പരിഗണിക്കണമെന്ന ഒരു വലിയ ചർച്ചയ്ക്ക് ഒടുവിൽ ശബരിനാഥ് അടക്കമുള്ള പല യുവ നേതാക്കന്മാരുടെ പേരുകളും കമ്മിറ്റിയിൽ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തീരുമാനം ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന് DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പാലോട് രവിയെ മാറ്റുവാൻ പോകുന്നു. ഒപ്പം പല ജില്ലകളിലെയും DCC പ്രസിഡന്റുമാരെ. പ്രധാനമായും പാലോട് രവി മാറിയാൽ പിന്നീട് അവിടേക്ക് വരുന്ന ചെറുപ്പക്കാരനായ യുവ നേതാവ് ആരായിരിക്കുമെന്ന ചോദ്യമാണ് അവിടെ ഉയർന്നു നിന്നത്. അതിൽ തീരുമാനവുമായി KPCC ഒടുവിൽ തീരുമാനമെടുത്തിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ഭാരവാഹികളെ നേതൃപദവിയിലേക്ക് പരിഗണിക്കുവാനാണ് KPCCയുടെ നീക്കം. സംസ്ഥാന ഉപാധ്യക്ഷന്മാരെ KPCC ഭാരവാഹികളാക്കി നിയമിക്കാനാണ് ഇപ്പോഴുള്ള ധാരണ. യുവാക്കൾക്ക് പാർട്ടി പദവികളിൽ കൂടുതൽ പരിഗണന നൽകുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള തീരുമാനം. യൂത്ത് കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരിലും 50% യുവാക്കളെയും KPCC DCC ഭാരവാഹികളായി പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു വന്നിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തിരുവനന്തപുരം അടക്കമുള്ള പല DCC കമ്മിറ്റികളിലേക്കും ചെറുപ്പക്കാരെ പരിഗണിക്കുന്നതിന്റെ പ്രധാന കാരണവും. ഇതുവഴി പാർട്ടിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാൻ കഴിയുമെന്നതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ KS ശബരിനാഥ്, റിജിൽ മാക്കുറ്റി, റിയാസ് മുക്കോളി, NS നുസൂർ, SM ബാലു എന്നിവരെ ജനറൽ സെക്രട്ടറിമാരായി നിയമിക്കാനാണ് KPCC ആലോചിക്കുന്നത്. ദേശീയ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണനും KPCC ഭാരവാഹിയാകും. KS ശബരിനാഥിനെ തിരുവനന്തപുരം DCC അധ്യക്ഷ പദവിയിലേക്കും പരിഗണിക്കുന്നുണ്ട്. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെയും ജില്ലാ പ്രസിഡന്റുമാരെയും അതത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഭാരവാഹികളായി നിയമിച്ചു കഴിഞ്ഞു. ഷാഫി പറമ്പിൽ പ്രസിഡന്റായിരിക്കെ ഭാരവാഹികളായി യുവ നേതാക്കന്മാരിൽ മുഴുവൻ പേരെയും പരിഗണിക്കുന്നുണ്ട്. പാർട്ടി പദവികളിൽ 50% യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം നൽകുമെന്നാണ് AICC പ്ലീനറി തീരുമാനിച്ചിരിക്കുന്നത്. ഇതുകൂടി പരിഗണിച്ചാണ് യുവ നേതാക്കൾക്ക് അവസരം നൽകിയിരിക്കുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും യുവാക്കൾക്ക് കൂടുതൽ അവസരം ലഭിക്കും. പാർട്ടി തലമുറ മാറ്റത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. സജീവ സാന്നിധ്യമല്ലാത്ത നേതാക്കളെ KPCC ഭാരവാഹിത്വത്തിൽ നിന്നും മാറ്റി നിർത്തും. 10 DCC അധ്യക്ഷന്മാരെയും മാറ്റി പകരം യുവാക്കളെയും വനിതകളെയും പരിഗണിക്കുവാനാണ് ഇപ്പോൾ KPCC തീരുമാനിച്ചിരിക്കുന്നത്. അതായത് KPCCയിലും DCCയിലുമൊക്കെ ഇനി അടിമുടി മാറ്റം വരാൻ പോകുന്നു. വൃദ്ധവയോധികരായ കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റുന്നു. ചെറുപ്പക്കാരെ, ചുറുചുറുക്കുള്ളവരെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നു. അങ്ങനെ പുതിയ തലത്തിലേക്ക് കോൺഗ്രസ് സഞ്ചരിക്കുവാൻ പോകുന്നു. തിരുവനന്തപുരത്തിന്റെ DCC പ്രസിഡന്റായി KS ശബരിനാഥ് വരികയാണെങ്കിൽ
വൻമാറ്റമായിരിക്കാം ഒരുപക്ഷെ തിരുവനന്തപുരത്തെ കോൺഗ്രസിന് ഉണ്ടാകുവാൻ പോകുന്നത്. ഒപ്പം സംസ്ഥാനത്തെ മാറ്റുവാൻ പോകുന്ന DCC പ്രസിഡന്റുമാര് ആരൊക്കെ, അവിടേക്ക് ആരൊക്കെ വരും എന്നതും ഇനിയുള്ള ചോദ്യമാണ്.